blessing today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡുമായിട്ട് നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ഇന്ന് വേൾഡ് TB ഡേ ആണ്, ക്ഷയരോഗികളുടെ ദിവസമാണെന്ന്, ലോക ക്ഷയരോഗികളുടെ ദിവസം. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ചേർന്ന് അവർക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കും. ഇന്നത്തെ എപ്പിസോഡിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പ്രാർത്ഥനകളൊക്കെ ഞങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്നാൽ അതിന് മുൻപായിട്ട് ഈ എപ്പിസോഡ് നമുക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന നമ്മുടെ സാമ്പത്തിക സഹായികൾ എന്നുള്ളത് 5 വ്യക്തികൾ കൂടി ചേർന്നിട്ടാണ്. നമ്മൾ ഒരുമിച്ച് ചേർന്ന് അവർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് എറണാകുളത്തുനിന്ന് ആൽവിൻ ആൻഡ് ക്രിസ്റ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമേ, അവരുടെ മകൻ അശ്വിൻ ജീപ്സിൻ്റെ ബർത്ത്ഡേ ആണല്ലോ കർത്താവെ, 26-ാം തീയതി. ആ കുഞ്ഞിനെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വന്തമായ ഒരു ഭവനം ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഗുജറാത്തിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരുടെ മകന് കർത്താവ് നീ കൊടുത്ത ആ ജോലിക്കുള്ള നന്ദിയായിട്ടാണല്ലോ കർത്താവെ ഈ എപ്പിസോഡ് സമർപ്പിച്ചിരിക്കുന്നത്. ദൈവമേ, ആ ജോലി പെർമനൻ്റ് ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പുനലൂരിൽ നിന്ന് നെബു ആൻഡ് ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകൻ അശ്വിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്, BDS കർത്താവെ വളരെ വിജയപ്രദമായി പൂർത്തിയാക്കുവാൻ, നല്ലൊരു ഭാവി ഉണ്ടാകുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. ഡൽഹിയിൽ നിന്ന് പേര് വെളിപ്പെടുത്താനാകാത്ത ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമേ, തൻ്റെ ആരോഗ്യം കർത്താവെ, അതുപോലെ അനുഗ്രഹങ്ങൾ ഒക്കെ തനിക്കും തൻ്റെ എല്ലാ കുടുംബാംഗങ്ങളുടെ മേലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കായംകുളത്തു നിന്നുള്ള കർത്താവ് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, സമാധാനപരമായ സന്തോഷപൂർണമായ ഒരു കുടുംബജീവിതം നൽകി അവരെ മാനിക്കണമേ, ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ പിറകിൽ പ്രവർത്തിച്ച ഈ 5 സാമ്പത്തിക സഹായികളെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ചേർന്ന് അനുഗ്രഹിച്ചിരിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ എപ്പിസോഡിൻ്റെ പിറകിൽ പ്രവർത്തിച്ചതിന് ഈ 5 വ്യക്തികളോടും കുടുംബങ്ങളോടുമുള്ള പ്രത്യേകമായി നന്ദി ബ്ലെസ്സിംഗ് ടുഡേയുടെ പേര് ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പത്തനംതിട്ട മാർച്ച് 24 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. റോയൽ ഓഡിറ്റോറിയം, ഗവൺമെന്റ് ഹോസ്പിറ്റലിന് സമീപം, TB റോഡ്, പത്തനംതിട്ട. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നെയ്യാറ്റിൻകര മാർച്ച് 25 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ശ്രീരാഗം ഓഡിറ്റോറിയം, കരിനട, വ്ളാങ്ങാമുറി ജംഗ്ഷൻ, പൂവാർ റോഡ്, നെയ്യാറ്റിൻകര. യേശുവിന്റെ കാൽപാദം പതിഞ്ഞ മണ്ണിലൂടെ നടക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ച സ്ഥലങ്ങൾ കാണുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾക്കായിതാ ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഒരു സുവർണാവസരം. ബ്ലെസ്സിംഗ് ടുഡേ ഹോളി ലാൻഡ് ടൂർ 2017. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിൽ ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ഒരു ബൈബിൾ പഠനയാത്ര. എല്ലാ സുപ്രധാന സ്ഥലങ്ങളിൽ വച്ചും ബൈബിൾ ക്ലാസുകളും സംഗീതാരാധനയും. ബ്രദർ ഡാമിയനോടും കുടുംബത്തോടുമൊപ്പം വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കുള്ള അവസരം. 2017 മെയ് 8 മുതൽ 17 വരെ. നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 0484 422 101. Verse number 5, Thomas said to him, Lord, we don't know where you are going, so how can we know the way? 5-ാമത്തെ വാക്യം, തോമസ് അദ്ദേഹത്തോട് പറഞ്ഞു, കർത്താവേ, അങ്ങ് എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി എങ്ങനെ അറിയും? The problem is a way problem. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് വഴിയുടെ പ്രശ്നമാണ്. Thomas says, you're going okay, but how can we reach there? അങ്ങ് പോകുന്നത് ശരിയാണ്, പക്ഷെ ഞങ്ങൾക്ക് എങ്ങനെ അവിടെ എത്തിച്ചേരുവാൻ കഴിയും? Jesus said, you know the way. നിങ്ങൾക്ക് വഴി അറിയാമെന്ന് യേശു പറയുകയാണ്. But Thomas says, we don't know the way. തോമസ് ഇവിടെ പറയാണ്, ഞങ്ങൾക്ക് വഴി അറിയില്ല. We don't know where you are going, then how can we know the way? അങ്ങ് എവിടെ പോകുന്നുവെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, പിന്നെ എങ്ങനെ അങ്ങോട്ടുള്ള വഴി ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? Then why was he living? എന്തുകൊണ്ടാണ് അങ്ങ് Then why was he living? What was the meaning of his life?
എന്തുകൊണ്ടാണ് ഈ ജീവിതത്തിന്റെ അർത്ഥം? ജീവിതത്തിന്റെ അർത്ഥം എന്താ? ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? Listening to me. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? Many people are like this. They don't know where to go. They don't know the way. ഒത്തിരി ആളുകൾക്കും എങ്ങോട്ടാണ് പോകേണ്ടതെന്നും അറിയത്തില്ല, അതിനോട്ടുള്ള വഴിയും അവർക്ക് They അറിയത്തില്ല. have no aim in life. They have no route in life. അവരുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യവുമില്ല, അതിനുള്ള വഴിയും അവർക്ക് അറിയത്തില്ല. My dear brothers and sisters, I'm talking to you. എൻ്റെ സഹോദരി സഹോദരന്മാർ, ഞാൻ നിങ്ങളോടാണ് സംസാരിക്കുന്നത്. If I call everyone row by row and make you stand here, give you the microphone and ask you, where are you going? What answer will you give? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും വരി വരിയായി നിർത്തിയിട്ട് ഓരോരുത്തരോടായിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്, അതിൻ്റെ വഴി അറിയാമെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടിയാണ് തരാൻ? Where are you going? എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത് എന്ന് ചോദിച്ചു. Asking your brothers and sisters, where are you going in your life? ഞാൻ ഓരോ സഹോദരി ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? 98% people will say, I don't know. 98% ആളുകളും പറയും, എങ്ങോട്ടാണ് പോകുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല. We are going, we are living because we are born into this world. നമ്മൾ ഈ ലോകത്ത് വന്ന് ജനിച്ചതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. We are living out day after day. നമ്മൾ ഓരോ ദിവസവും നമ്മളിങ്ങനെ ജീവിച്ച് തീർത്തുകൊണ്ടിരിക്കുകയാണ്. We don't know where we are going. എങ്ങോട്ടാണ് പോകുന്നത് We നമുക്കറിയത്തില്ല. don't know where we will reach. എവിടെ എത്തിച്ചേരുമെന്ന് നമുക്കറിയത്തില്ല. We don't have a destiny in life. നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യസ്ഥാനമില്ല. Only if you fix the destiny, then the next step is finding the way. നമ്മുടെ ലക്ഷ്യസ്ഥാനം നമ്മൾ തിരിച്ചറിഞ്ഞ് അത് ഉറപ്പാക്കിയെങ്കിൽ മാത്രമാണ് അടുത്തത് നമ്മൾ ആ വഴി കണ്ടെത്തുവാൻ ശ്രമിക്കുകയുള്ളൂ. I'm talking to you, brothers and sisters. ഞാൻ നിങ്ങളോട് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ. And I repeat the question, where are you going? ഈ ചോദ്യം ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ എങ്ങോട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്? Jesus said, you can go only to two places. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് 2 സ്ഥലത്തേക്ക് മാത്രമേ പോകുവാൻ കഴിയൂ. Not too many places, only 2 places. യേശു കർത്താവ് പറഞ്ഞു, 2-ലധികം സ്ഥലങ്ങളിലേക്കല്ല, 2 സ്ഥലത്തേക്ക് മാത്രമേ നിങ്ങൾക്ക് പോകുവാൻ കഴിയൂ. Take your fingers like this. നിങ്ങളുടെ വിരലുകൾ ഇതുപോലെ എടുത്ത് പിടിച്ചാലും Say, I can go only to 2 places. നിങ്ങൾ പറഞ്ഞാലും എനിക്ക് 2 സ്ഥലത്തേക്ക് മാത്രമേ പോകുവാൻ കഴിയൂ. പറഞ്ഞേ, എനിക്ക് 2 സ്ഥലത്തേക്ക് 2 സ്ഥലത്തേക്ക് മാത്രമേ പോകുവാൻ കഴിയൂ. Now which are the places? ഏതാണ് ആ സ്ഥലങ്ങൾ? Jesus said, you can go either to heaven or to hell. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ഒന്നുകിൽ സ്വർഗത്തിലേക്കോ അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകുവാൻ മാത്രമേ കഴിയൂ. There is no middle place. അതിൻ്റെ മധ്യത്തിലുള്ള ഒരു സ്ഥലമില്ല. ചിലരൊക്കെ വിശ്വസിക്കുന്നുണ്ട് ഒരു ത്രിശങ്കു സ്വർഗം കാണുന്നതിനിടയിൽ, സ്വർഗത്തിലും നരകത്തിലും പോകാതെ ഇടയ്ക്കൊരു സ്ഥലത്ത് നിൽക്കാം. നോ ത്രിശങ്കു സ്വർഗം, പ്ലീസ്. ഒരിക്കലും അതിൻ്റെ നടുവിൽ ത്രിശങ്കു സ്വർഗമില്ല. The final authority in saying everything that is invisible is Jesus. നമുക്ക് കാണുവാൻ കഴിയാത്ത കാര്യങ്ങളെ പറ്റിയെല്ലാം അധികാരത്തോടുകൂടി പറയുവാൻ പറ്റുന്ന ഒരേയൊരു വ്യക്തി യേശു കർത്താവ് മാത്രമാണ്. Because he came down from heaven, he came down from the Father, and he knows everything that is heavenly. കാരണം അദ്ദേഹമാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് തൻ്റെ പിതാവിൻ്റെ അടുക്കിൽ നിന്ന് ഇറങ്ങി വന്നതുകൊണ്ട് തനിക്ക് മാത്രമാണ് നമുക്ക് കാണുവാൻ കഴിയാത്ത എല്ലാ കാര്യങ്ങളെ പറ്റി വ്യക്തമായി അറിയുവാൻ കഴിയുകയുള്ളൂ. He holds the authority to send a person to hell. അത് മാത്രമല്ല, നരകത്തിലേക്ക് ഒരു വ്യക്തിയെ അയക്കുവാനുള്ള അധികാരവും യേശുവിൻ്റെ പക്കലാണുള്ളത്. Hallelujah. Hallelujah. He has the keys of death and Hades. കാരണം മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ യേശുവിന്റെ പക്കലാണ് ഇരിക്കുന്നത്. And today I'm speaking a very, very serious topic. കാരണം ഞാൻ ഇന്ന് വളരെയധികം ഗൗരവമുള്ള ഒരു കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. Talking about your destiny in life. നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യസ്ഥാനത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. In English, both these destinies start with an H. ഈ 2 ലക്ഷ്യസ്ഥാനങ്ങളും എച്ച് എന്ന് പറയുന്ന, ഇംഗ്ലീഷിലെ എച്ച് എന്ന് പറയുന്ന അക്ഷരത്തിലാണ് ആരംഭിക്കുന്നത്. Heaven or hell. സ്വർഗം അല്ലെങ്കിൽ നരകം. Hallelujah. Hallelujah. Jesus came from the first place, heaven. യേശു കർത്താവ് ആദ്യത്തെ സ്ഥലമായിരിക്കുന്ന സ്വർഗത്തിൽ നിന്ന്, ഹെവനിൽ നിന്ന് ഇറങ്ങി വന്നു. Look here, please. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാലും He came to take us there.
അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്ന നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. Say hallelujah. കൈകൾ വീശിക്കൊണ്ട് ഹല്ലേലൂയ പറഞ്ഞാലും, One more hallelujah. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പറഞ്ഞാലും, He came to take us to his Father. നമ്മളെ തന്റെ പിതാവിന്റെ അടുക്കൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് യേശു കർത്താവ് വന്നത്. Give the Lord a clap offering, please. കൈകൾ അടിച്ചുകൊണ്ട് ദൈവത്തിന്റെ കൈകൾ അടിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറഞ്ഞാലും. ഈ വർഷം ആദ്യം മുതൽ ബ്ലെസ്സിങ് ടുഡേയുടെ ഈ ശുശ്രൂഷകളിൽ പങ്കാളികളാകാൻ അവസരം നൽകിക്കൊണ്ട് ഒരു അനൗൺസ്മെൻറ്റ് നൽകിയിരുന്നു. അതിന് പ്രകാരം ഒത്തിരി പേർ ബ്ലെസ്സിങ് ടുഡേയോട് ചേർന്ന് പാർട്ട്നേഴ്സാകാൻ തീരുമാനിച്ച് അവരുടെ വിലപ്പെട്ട പ്രാർത്ഥനാ വിഷയങ്ങളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾ ആ ഇരുന്ന ഇരിപ്പിലിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനാ വിഷയങ്ങളിലേക്ക് കൈ നീട്ടിപ്പിടിക്കുക, സ്ക്രീനിലേക്ക് കൈ നീട്ടിപ്പിടിക്കുക. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവേ, ബ്ലെസ്സിങ് പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാമിൽ പങ്കാളികളായി തീർന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇതിൽ എഴുതപ്പെട്ട പ്രാർത്ഥനാ വിഷയങ്ങൾ ഓരോന്നും കർത്താവ് കൈകാര്യം ചെയ്ത് വലിയ വിടുതലും അനുഗ്രഹവും കർത്താവ് നീ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗികൾ സൗഖ്യമാകട്ടെ, മക്കളില്ലാത്തവർക്ക് മക്കൾ ഉണ്ടാകട്ടെ, വിവാഹങ്ങൾ നടക്കേണ്ടവർക്ക് നടക്കട്ടെ, ജോലി ലഭിക്കേണ്ടവർക്ക് ലഭിക്കാനായി പ്രാർത്ഥിക്കുന്നതിൽ തൻ്റെ കർത്താവെ, പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല ജയം കർത്താവ് കൊടുക്കണമേ, പഠിക്കുവാനുള്ള കൃപ കൊടുക്കണമേ, ഉയർച്ച കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകട്ടെ, ജോലിയിലും ബിസിനസ്സിലും ഐശ്വര്യം ഉണ്ടാകട്ടെ, ശുശ്രൂഷകരായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ശുശ്രൂഷയിൽ അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിലെന്തെല്ലാം എഴുതപ്പെട്ടിട്ടുണ്ടോ അതിലെല്ലാം കർത്താവെ, അങ്ങ് അനുഗ്രഹങ്ങളെ ചൊരിഞ്ഞതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇതുവരെ ബ്ലെസ്സിങ് പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാമിൽ പങ്കാളികളായ എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇതുവരെ പങ്കാളികളായിട്ടില്ലാത്തവർ, നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോൺ എടുത്ത് സ്ക്രീനിലെ നമ്പറിൽ ഒരു മിസ്ഡ് കോൾ നൽകുക. ഇവിടെ നിന്നും ശുശ്രൂഷകർ നിങ്ങളെ വിളിച്ച് അതിനുള്ള വിശദാംശങ്ങൾ നൽകുന്നതായിരിക്കും. ഗോഡ് ബ്ലെസ് യു. He came not to show the way, he came as the way. യേശു കർത്താവ് വഴി കാണിക്കുന്നതിന് വേണ്ടിയല്ല വന്നത്, യേശു തന്നെ ഒരു വഴിയായിട്ടാണ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. Jesus said, I am the way. യേശു പറഞ്ഞു, ഞാൻ തന്നെയാകുന്നു വഴി. Many people, if you ask the route, they will say, go straight, take left, then take a U-turn, go left, like that. ഒത്തിരി ആളുകളോട് നമ്മൾ വഴി ചോദിക്കുകയാണെങ്കിൽ അവർ പറയും ഇടത്തോട്ട് പോയിട്ട് വലത്തോട്ട് തിരിഞ്ഞ് യൂട്ടേൺ എടുത്ത് ഇടതുവശത്തേക്കൊക്കെ പോകുവാൻ ആളുകൾ നമ്മളോട് വഴി പറഞ്ഞു തരാറുണ്ട്. Jesus never said that. യേശു കർത്താവ് ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. Jesus never said go straight, take left. No. യേശു കർത്താവ് അങ്ങനെ ഇടത്തോട്ട് പോയി വലത്തോട്ട് പോയി അങ്ങനെ വഴി പറഞ്ഞു തന്നിട്ടില്ല. Jesus said, I am the way. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയാകുന്നു. Hallelujah. ഹല്ലേലൂയ. Way is a person. വഴി ഒരു വ്യക്തിയാകുന്നു. That person is Jesus. ആ വ്യക്തി യേശു തന്നെയാകുന്നു. Lift your hands and say hallelujah. കൈകൾ ഉയർത്തിക്കൊണ്ട് യേശുവിനെ നന്ദി പറഞ്ഞാൽ, Take your two fingers like this once again. ഒരിക്കൽ കൂടെ നിങ്ങളുടെ രണ്ട് വിരലുകൾ ഇതേപോലെ എടുത്ത് പിടിച്ചാലും, That's the first finger. ആദ്യത്തെ വിരൽ നിങ്ങൾ തൊട്ടാലും Say heaven. പറഞ്ഞാലും സ്വർഗം. Touch the next one, say hell. രണ്ടാമത്തെ വിരൽ തൊട്ടത് പറഞ്ഞ് നരകം. ഇനി പറ, എനിക്ക് ഇവിടെ തൊട്ടുകൊണ്ട് ഒന്നുകിൽ സ്വർഗത്തിൽ, ഒന്നുകിൽ സ്വർഗത്തിൽ, അല്ലെങ്കിൽ നരകത്തിൽ. അല്ലെങ്കിൽ നരകത്തിൽ. ഒരു സ്ഥലത്തേ പോകാൻ കഴിയും. ഒരു സ്ഥലത്തേക്ക് പോകുവാൻ കഴിയും. ഇടയിലൊരു സ്ഥലമില്ല. ഇവിടെ വിരൽ വെക്ക്, നടുക്ക്. ഇടയിലൊരു There is no middle place. ഇടയിലൊരു സ്ഥലമില്ല. ചിലർ വിചാരിക്കുക 6 മാസം നരകത്തിൽ കിടന്നു കഴിയുമ്പോൾ ദൈവത്തിന് കരുണ തോന്നിയിട്ട് ചെറിയൊരു പ്രൊമോഷൻ കിട്ടി പതുക്കെ ഇവിടെ വന്ന് അവിടെ നിന്നൊരു പ്രൊമോഷൻ കിട്ടി പതുക്കെ സ്വർഗത്തിലോട്ട് പോവുക. നോ വേ, നോ പോസിബിലിറ്റി. അങ്ങനെ ഒരു സാധ്യതയില്ല. That's why Jesus gave us the story of the rich man and Lazarus. അതുകൊണ്ടാണ് യേശു കർത്താവ് ധനികനായ വ്യക്തിയുടെയും ലാസറിന്റെയും കഥ പറഞ്ഞത്. When the rich man died, he reached where? ആ ധനികനായ വ്യക്തി മരിച്ചപ്പോൾ അദ്ദേഹം എവിടെയാണ് എത്തിച്ചേർന്നത്? പാതാളത്തിൽ.
പാതാളത്തിൽ. When the poor man who served God on earth reached Abraham's bosom, അവിടെ ആ പാവപ്പെട്ട വ്യക്തി, ദൈവത്തെ സേവിച്ച ആ വ്യക്തി എത്തിച്ചേർന്നത് അബ്രഹാമിൻ്റെ മടിയിലേക്കാണ്. but the rich man tried, prayed, pleaded with the Lord to take him somehow for a minute to go to Abraham's bosom and get a drop of water. അവിടെ ആ ധനികനായ വ്യക്തി അല്പ വെള്ളം കുടിക്കുന്നതിന് വേണ്ടി അവിടെ അവൻ യാചിക്കുകയാണ്. Not 1 liter, not half a liter, not 1 ounce, 1 drop. Just dip his finger in water and touch my tongue. 1 ലിറ്റർ വെള്ളമല്ല, 1 ഗ്ലാസ് വെള്ളമല്ല, 1 ഔൺസ് വെള്ളമല്ല, നാവ് നനയ്ക്കുന്നതിന് വേണ്ടി 1 വെള്ളത്തിന് വേണ്ടിയാണ് താൻ അവിടെ അപേക്ഷിച്ചത്. His prayer was denied. അവൻ്റെ പ്രാർത്ഥന അവിടെ നിരസിക്കപ്പെടുകയാണ് ഉണ്ടായത്. There is no exchange program, there is no transfer, no possibility of change of venue after death. അതുകൊണ്ട് നിങ്ങളുടെ മരണത്തിൻ്റെ ശേഷം ഒരിക്കലും നിങ്ങളായിരിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ സ്വർഗമാണെങ്കിൽ നരകമാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാമെന്ന് ഒരിക്കലും നിങ്ങൾ കരുതേണ്ട ആവശ്യമില്ല. Hallelujah. ഹല്ലേലൂയ. Say hallelujah. കൈകൾ ഉയർത്തി I ഹല്ലേലൂയ. know many of you are going through many tough problems in life. എനിക്കറിയാം നിങ്ങൾ പലരും വളരെ ബുദ്ധിമുട്ടേറിയ പ്രശ്നങ്ങളിലൂടെയാണ് Some നിങ്ങളുടെ of you are struggling financially. ചില ആളുകൾ സാമ്പത്തികമായി ഞെരുക്കങ്ങൾ Some അനുഭവിക്കുന്നവരാണ്. of you may have family problems. ചില ആളുകൾക്ക് ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാവാം. Some of you may be facing some lawsuits. ചില ആളുകൾ നിയമത്തിന്റെ ചില പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയായിരിക്കാം. Some of you may be struggling in some diseases. ചില ആളുകൾ രോഗത്തിന്റെ പ്രശ്നങ്ങളിലൂടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാകാം. But can I tell you something? ഞാൻ നിങ്ങളോട് ഒരു കാര്യം അറിയാം. More important, the most important thing is finding your destiny and the route to that destiny. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം കണ്ടെത്തുന്നതും അങ്ങോട്ടുള്ള മാർഗം നിങ്ങൾ തിരിച്ചറിയുന്നതുമാണ്. ബ്രദർ, ഈ സഹോദരിയുടെ പേര് സൂസന ചെറിയാൻ എന്നാണ്. തൻ്റെ മകൻ്റെ ഒരു സാക്ഷ്യം പറയുവാനാണ് താൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം മകൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സഹോദരി പറഞ്ഞ ഇങ്ങനെ, മകൻ നല്ലവണ്ണം പഠിക്കുന്ന ഒരു കുഞ്ഞാണ്. പക്ഷേ തൻ്റെ ഹസ്ബൻഡ് ചെറിയാൻ ഒരു 4 വർഷം മുൻപ് അദ്ദേഹത്തിന് ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം പലവിധമായ ഷുഗറിൻ്റേതായ പ്രോബ്ലം അങ്ങനെ തുടങ്ങി. താൻ ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹം ഒരു കച്ചവടക്കാരനായിരുന്നു. ജോലിയിൽ നിന്നെല്ലാം തനിക്ക് കുറച്ച് പുറകിലോട്ട് നിൽക്കേണ്ടി വന്നു. ഫിനാൻഷ്യലി അവർ വളരെയധികം പ്രയാസം അനുഭവിച്ചിരുന്നു. ഇതുമൂലം ഈ മകൻ 10ാം ക്ലാസ്സിലോട്ട് പ്രവേശിച്ച നാൾ മുതൽ വീടിൻ്റെ പണി തുടങ്ങിയിട്ട് അത് പൂർത്തിയാക്കാൻ പറ്റാതെ ഈ പിതാവ്, തൻ്റെ ഹസ്ബൻഡ് ചെയ്തിരുന്ന പല ജോലികളും, വീട്ടാവശ്യത്തിനായുള്ള പല ജോലികളും ഈ 10ാം ക്ലാസ്സിലോട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ മകനാണ് ചെയ്തിരുന്നത്. അങ്ങനെ പലതും ചെയ്യേണ്ടി വന്നു. മോനെ വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഡാഡി പോയി മേടിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. കാരണം കാലിന്റെ മുകളിൽ ഒരു മുറി ഉണ്ടായിരുന്നു, അത് പഴുത്തു, ഷുഗറായി. അപ്പൊ മോൻ വേണം അതെല്ലാം ചെയ്യാൻ. അപ്പൊ മോനാണ് ഒക്കെ പോയി വാങ്ങി വന്നിരുന്നത്. അതുകൊണ്ട് പഠനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. ഉച്ചയ്ക്ക് പരീക്ഷ, കാലത്ത് ഇവൻ ഓരോ സാധനങ്ങൾ അവൻ വാങ്ങിച്ചു കൊണ്ടുവരും. അത് SSLC പരീക്ഷയല്ലേ, ആ സമയത്താണ് ഇത് സമയത്താണ്. നാളുകൾ കഴിഞ്ഞു. തൻ്റെ ജീവിതത്തിൽ ഇതുപോലെ പഠനമെല്ലാം തുടർന്നുകൊണ്ടിരുന്നു ഈ പ്രയാസങ്ങളുടെ നടുവിലും. പക്ഷേ SSLC പരീക്ഷയുടെ സമയത്താണ് തൻ്റെ ഹസ്ബൻഡിന് കൂടുതലായി ഷുഗറിൻ്റെ പ്രയാസം കൂടുതലായി വന്നു. അതുകൊണ്ട് തന്നെ ഈ അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്, മകന് ഉച്ചക്കാണ് പരീക്ഷയെങ്കിൽ രാവിലെ വീടിൻ്റെ പണി നടക്കുന്ന സ്ഥലത്തേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരുമായിരുന്നു. ഈ അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ മകൻ 10ാം ക്ലാസ്സിലോട്ട് പ്രവേശിക്കുന്ന അന്ന് തന്നെ 2013 മുതൽ ഈ സഹോദരി ബ്ലെസ്സിങ് ടുഡേ കാണുന്നത് കൊണ്ട് എൻ്റെ പ്രാർത്ഥനാ ഡയറിയെ കുറിച്ച് തനിക്ക് നല്ലവണ്ണം അറിയാം. ചില പ്രാർത്ഥനകളെക്കുറിച്ചും പ്രാർത്ഥന എഴുതി വെക്കേണ്ട സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ. ഈ അമ്മ മകൻ 10ാം ക്ലാസ്സിലോട്ട് പ്രവേശിച്ച ആ ദിവസം തന്നെ എൻ്റെ പ്രാർത്ഥനാ ഡയറി ഒരെണ്ണം വാങ്ങിച്ച് അതിൽ അന്ന് തന്നെ എഴുതി വെച്ചു, എൻ്റെ മകന് ഈ വർഷം SSLC പരീക്ഷയ്ക്ക് ഫുൾ A+ വേണം എന്ന് പറഞ്ഞ് എഴുതി വെച്ചു. പ്രാർത്ഥനാ ഡയറിയിൽ വിശ്വാസത്തോടെ അമ്മ അമ്മയാണ് എഴുതിയത്. നമുക്ക് പ്രാർത്ഥന ഡയറി കിട്ടിയിരുന്നു. ഓക്കെ, അങ്ങനെ എഴുതി വെച്ചിരുന്നു.
ഈ മകൻ SLC പരീക്ഷ നടക്കുന്ന ഫൈനൽ എക്സാം നടക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. രാവിലെ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങും, ഉച്ചയ്ക്ക് പരീക്ഷയ്ക്ക് പോകും. പക്ഷേ ഈ അമ്മക്കുള്ളിലൊരു ചെറിയൊരു ഭയമുണ്ടായിരുന്നു. കാരണം അരമാർക്ക് ഇതുമൂലം നഷ്ടപ്പെട്ട എൻ്റെ മകൻ്റെ A+ നഷ്ടപ്പെടും എന്നുള്ളൊരു തോന്നലുള്ളിലുണ്ടായിരുന്നു. പക്ഷേ താൻ ഈ കുഞ്ഞ് പരീക്ഷയ്ക്ക് പോകുമ്പോഴൊക്കെ താൻ ശക്തമായി പ്രാർത്ഥിക്കുമായിരുന്നു. ഈ അമ്മ പറയുന്നത് ഇങ്ങനെയാണ്, തൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി ദൈവം അത്ഭുതം ചെയ്തത്. റിസൾട്ട് വന്നപ്പോൾ ആ മകന് എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടി. അന്ന് തന്നെ ഈ അമ്മ പറഞ്ഞിങ്ങനെ, പലരുടെയും ഇതുപോലെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ തനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, എൻ്റെ മകൻ്റെ സാക്ഷ്യം ഇതുപോലെ വന്ന് പറയണമെന്ന്. ഇന്ന് അതുകൊണ്ട് ആ മകന് തൻ്റെ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ലഭിച്ച അവാർഡുമായിട്ടാണ് താൻ ഇവിടെ വന്നത്. ചേലക്കര ഗ്രാമപഞ്ചായത്ത് റിച്ചോ ചെറിയാൻ full A+ winner in SSLC examination 2016. അമ്മമാരുടെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര പവറാണ്. പ്രത്യേകിച്ച് പ്രാർത്ഥന ഡയറിയിൽ എഴുതി, തുടർച്ചയായി അമ്മമാർ പ്രാർത്ഥിക്കുമ്പോൾ മക്കളുടെ മേൽ അനുഗ്രഹങ്ങൾ വന്നിങ്ങനെ ഡെപ്പോസിറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അമ്മമാരുടെ വിശ്വാസം മക്കളെ ഒത്തിരി സ്വാധീനിക്കും. ഇപ്പോഴേക്കുന്ന എല്ലാ അമ്മമാരോടും ഞാൻ പറയാം, നിങ്ങളാണ് ആ വീടിൻ്റെ കിടവിളക്ക്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മക്കളുടെ മേൽ അനുഗ്രഹങ്ങൾ തലമുറകളായി വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാം. കർത്താവേ, പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കുമായി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അമ്മമാർ ഒത്തിരി അതിൻ്റെ പിന്നിൽ ത്യാഗം സഹിച്ച് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയൊക്കെ നിൽക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് കാണാൻ, അതിലൂടെ ദൈവം നാം മഹത്വപ്പെടാനും കർത്താവെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഓരോരുത്തരെയും അങ്ങ് കൈവച്ച് അനുഗ്രഹിക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പത്തനംതിട്ട മാർച്ച് 24 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. റോയൽ ഓഡിറ്റോറിയം, ഗവൺമെന്റ് ഹോസ്പിറ്റലിന് സമീപം, TB റോഡ്, പത്തനംതിട്ട. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നെയ്യാറ്റിൻകര മാർച്ച് 25 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ശ്രീരാഗം ഓഡിറ്റോറിയം, കരിനട, വ്ളാങ്ങാമുറി ജംഗ്ഷൻ, പൂവാർ റോഡ്, നെയ്യാറ്റിൻകര. ഇനി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. കണ്ണുകൾ അടച്ച് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, കർത്താവെ, ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവത്തിൻ്റെ നന്മകൾ, അനുഗ്രഹങ്ങൾ ഇന്നത്തെ ഈ എപ്പിസോഡ് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും വരട്ടെ. രോഗികൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ സൗഖ്യം സംഭവിക്കട്ടെ കർത്താവ്. ഏത് തരത്തിലുള്ള രോഗമാണെങ്കിലും ഈ സമയത്ത് സൗഖ്യമാകട്ടെ കർത്താവ്. പ്രത്യേകിച്ച് ഇപ്പോൾ ക്ഷയരോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. പരിപൂർണ സൗഖ്യം കർത്താവെ ഇപ്പോൾ ആ രോഗികളുടെ മേൽ വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അത്ഭുതകരമായ വിടുതലുകൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങനെ സൗഖ്യമാക്കിയതിനായി നന്ദി പറയുന്നു. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെ അസ്ഥി ഒടിഞ്ഞിട്ടുള്ള ചില വ്യക്തികൾ, ഇപ്പോഴും അത് ശരിയായ വിധത്തിൽ ട്രീറ്റ്മെൻറ്റുകൾക്ക് ശേഷം പോലും ശരിയായ വിധത്തിൽ നടക്കുവാനോ മൂവ് ചെയ്യാനോ പറ്റാത്ത ചില രോഗികൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. നിങ്ങളുടെ കൈകൾ ഇപ്പോൾ സ്ക്രീനിൽ എൻ്റെ കൈയോട് ചേർത്ത് വെച്ചാലും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. യേശുവിൻ്റെ ശക്തി ആ ശരീരങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവ്, പുറത്തു പറയാൻ മടിക്കുന്ന ചില രോഗങ്ങൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ. അത്ഭുതകരമായ വിടുതൽ സംഭവിക്കട്ടെ. മാനസിക രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ വിടുതൽ അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീട് വിട്ട് ഇറങ്ങിപ്പോയ ചില മാനസിക രോഗികൾ മടങ്ങി വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്തരത്തിലുള്ള വ്യക്തികൾ മടങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ ഈ ദിവസങ്ങളിൽ നടക്കുന്ന പരീക്ഷയിൽ നല്ല രീതിയിൽ കർത്താവെ അത് എഴുതുവാൻ കർത്താവെ എല്ലാം ഓർമ്മിപ്പിച്ച് അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കഴിഞ്ഞ ചില ദിവസങ്ങളായി ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ച അതേ കാര്യം ഒരിക്കൽ കൂടെ ആവർത്തിക്കുകയാണ്. ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്ന ആ ഒരു ബൈബിൾ ടൂർ പ്രോഗ്രാം 4 രാജ്യങ്ങൾ, ഇസ്രായേൽ, ജോർഡാൻ, പാലസ്തീൻ ആൻഡ് ഈജിപ്റ്റ് എന്ന് പറയുന്ന 4 രാജ്യങ്ങളിലേക്കുള്ള ആ ഒരു ബൈബിൾ പഠനയാത്രയിൽ ഇതിനോടകം രജിസ്റ്റർ
പലരും ചെയ്ത് കഴിഞ്ഞു. അടുത്ത ഒരു ബസ്സിലേക്കുള്ള രജിസ്ട്രേഷനും കൂടെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്കൊന്ന് കുറച്ച് സീറ്റുകൾ കൂടെ നമുക്ക് ഒഴിവുണ്ട്. അതുകൊണ്ട് കടന്നു വരുവാൻ താല്പര്യമുള്ള ആളുകൾക്ക് അടുത്ത ചില ഒരു 6-8 ദിവസങ്ങൾ കൂടെ മാത്രമാണത് ക്ലോസ് ചെയ്യാനായിട്ടുള്ളത്. അതുകൊണ്ട് വരുവാൻ താല്പര്യമുള്ള പ്രിയപ്പെട്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് വിളിക്കുക, കടന്നു വരിക. ഒരു കാര്യം എനിക്ക് ഉറപ്പ് നൽകാൻ സാധിക്കും, ഈ 10 ദിവസം ഞങ്ങളോടൊപ്പം നിങ്ങളായിരിക്കുമ്പോൾ സ്വർഗം തുറന്നിരിക്കുന്ന അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകും. ദൈവത്തിൻ്റെ വചനം ജീവനുറ്റതായി മാറുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്ന പത്തനംതിട്ടയിലാണ്. കടന്നു വരാനായിട്ട് മറക്കരുത് ആരും. ദയവായി കടന്നു വരിക. നാളെ അത് നെയ്യാറ്റിൻകരയിലാണ് സംഭവിക്കാൻ പോകുന്നത്. രോഗമുള്ള പ്രിയപ്പെട്ടവർ, പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർ ദയവായി കടന്നു വരിക. കാരണം നിങ്ങളുടെ ഒരു സ്റ്റെപ്പ് നിങ്ങൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് എടുത്തു വയ്ക്കുമ്പോൾ ദൈവം നിങ്ങളുടെ അടുക്കിലേക്ക്, യേശു കർത്താവ് നിങ്ങളുടെ അടുക്കിലേക്ക് 1000 സ്റ്റെപ്പാണ് എടുത്തു വെക്കുന്നത്. അതുകൊണ്ട് ഈ മീറ്റിങ്ങിൽ വരുവാൻ വേണ്ടി ഒരു സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് വയ്ക്കുക. 1000 സ്റ്റെപ്പുകൾ എടുത്തു വെച്ച് ദൈവം നിങ്ങളുടെ അടുക്കിലേക്ക് വന്ന് വിടുതലുകളും അനുഗ്രഹങ്ങളും നൽകിത്തരും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ എപ്പിസോഡുകൾ കാണാൻ മറക്കരുത്. കർത്താവിൻ്റെ കൃപയ്ക്കുള്ളിൽ എല്ലാവരും കർത്താവ് സൂക്ഷിക്കട്ടെ.